ഈ ഫലത്തിന് പിന്നാലെ ശ്രദ്ധേയമായ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. CPM-ന്റെ ചരിത്രപരമായ തോൽവിക്ക് പിന്നാലെ കോടിയേരിയെ ഓർമ്മിക്കുകയാണ് മകൻ ബിനീഷ് കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. പാർട്ടി നേതൃത്വത്തിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ബിനീഷിന്റെ കുറിപ്പ്. ഞാൻ എല്ലാത്തിനും വലുതാണ് എന്ന ചിന്ത ആധുനിക സമൂഹത്തിൽ ആർക്കും ഭൂഷണമല്ല. ഇത് പാർട്ടിക്കെതിരെയുള്ള ജനവിധിയായി കാണാനാകില്ല. അങ്ങനെയെങ്കിൽ അത് വ്യക്തി കേന്ദ്രീകൃതമായ നിലപാടുകൾക്കെതിരെ ഉള്ളതാണ് എന്നാണ് കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, പല ഇടങ്ങളിൽ നിന്നും സ്വയം വിമർശനവും ഒക്കെ പല കോണുകളിൽ നിന്നായി ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിലും ഈ പരാജയവും സമ്മതിക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്കാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ. അതിനിടയിലാണ് ബിനീഷ് കോടിയേരിയുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് പോസ്റ്റിൽ ബിനീഷ് പറയുന്നത്? പക്ഷേ ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ, പൊട്ടിത്തെറികൾ ഇനി CPM-നകത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു തുടക്കമാണ് ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാണേണ്ടത്. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് പ്രധാനമാണ്. ഞാൻ എല്ലാത്തിനും വലുതാണ് എന്ന ചിന്ത ആധുനിക സമൂഹത്തിൽ ആർക്കും ഭൂഷണമല്ല എന്നുള്ളത്. ആ ഒരു ആരോപണം ചെന്ന് നിൽക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും അതോടൊപ്പം മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും എതിരായിട്ടാണ് എന്നുള്ളത് വളരെയധികം സ്പഷ്ടമാണ്. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, തളിപ്പറമ്പിൽ, പയ്യന്നൂരിലൊക്കെ ഉണ്ടായ പ്രതിസന്ധി, അത് CPM-ന് എത്ര ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ന്യായീകരിച്ചു കഴിഞ്ഞാലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു അവസ്ഥ നിലവിലുണ്ട്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിനെതിരെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്നും വളരെയധികം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത് തിരുത്താൻ പാർട്ടി തയ്യാറായില്ല. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അന്ന് തന്നെ അത് സ്വജനപക്ഷപാതമാണ്, അങ്ങനെ നിർത്തുന്നത് ശരിയല്ല എന്ന തരത്തിൽ പാർട്ടിയിൽ തന്നെ വിമർശനങ്ങൾ വന്നതാണ്. അപ്പോൾ ഇനി ഏതായാലും വരുന്ന ദിവസങ്ങളിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറ്റന്നാൾ ചേരാനിരിക്കുന്നു. അവിടെ എല്ലാം ഇതുപോലെയുള്ള ആത്മവിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഒരു മുന്നോടിയായിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളെ കാണേണ്ടത്. കോടിയേരിയുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഏതായാലും ബിനീഷ് കോടിയേരിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് തുറന്ന് അങ്ങനെ പ്രത്യേകമായി കാര്യങ്ങൾ പറയുന്നില്ല എങ്കിൽ പോലും ആഴത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അതിൽ പല കാര്യങ്ങൾ വ്യക്തമാകുന്നു. പാർട്ടിക്ക് പിണറായിയെ പോലെ ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയേക്കാം, പക്ഷേ കോടിയേരിയെ പോലെ ഒരു പാർട്ടി സെക്രട്ടറിയെ കിട്ടില്ല. ചില നഷ്ടങ്ങൾ നികത്താനാകില്ല. സഖാക്കൾ പങ്കുവച്ച വാചകം എന്നാണ് ബിനീഷ് തുടങ്ങുന്നത്. സഖാക്കൾ പങ്കുവച്ചതാണെന്ന് ബിനീഷ് പറയുന്നുണ്ടെങ്കിലും അത് തന്നെയാണ് ബിനീഷ് ഓർമ്മപ്പെടുത്താൻ, ഈ ദിവസം ഓർമ്മപ്പെടുത്താൻ ചിത്രത്തില് 3 പേർ കൂടിയുണ്ട്. പങ്കുവച്ച ചിത്രം എന്ന് പറയുന്നത് കോടിയേരിന് മാത്രം ചിത്രമല്ല, VS അച്യുതാനന്ദനുണ്ട്, സീതാറാം യെച്ചൂരിയുണ്ട്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്.